മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച നറുക്കെടുപ്പ് പൂർത്തീകരിക്കാനായില്ല. നടപടികളിൽ ക്രമക്കേടെന്ന ആരോപണവുമായി ഭൂസമര സമിതി നേതാക്കൾ ഇടപെട്ടതോടെയാണ് പാതി വഴിയിൽ നടപടികൾ അധികൃതർ അവസാനിപ്പിച്ചത്. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി സൂപ്പർ, എന്നാൽ കൈകൊണ്ട് ചികയരുത്. ചികഞ്ഞാൽ ടാറിംഗ് കയ്യിലിരിക്കും. നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ ഏനാന്തി റോഡാണ് റീടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ കൈകൊണ്ട് ചികഞ്ഞപ്പോൾ അടർന്നു പോന്നത്. ചാലിയാർപ്പുഴയിലെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഭീഷണി ഉയർത്തി വ്യാപകമായി മണൽവാരൽ. പാലത്തിന് കേവലം 25 മീറ്റർ മാത്രം താഴെയാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ മണലൂറ്റൽ നടക്കുന്നത്. എടക്കര പഞ്ചായത്തിലെ പദ്ധതി അംഗീകാര ബോർഡ് യോഗം ഇടതുപക്ഷ മെമ്പർമാർ ബഹിഷ്കരിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, PMAY പദ്ധതി എന്നിവ UDF ഭരണസമിതി അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചത്. നിർധന കുടുംബത്തിന്റെ തകർന്ന വീട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു നൽകി. മൊടപ്പൊയ്ക വാർഡിൽ കവളപ്പൊയ്കയിൽ താമസിക്കുന്ന കാവുപറമ്പിൽ രാജേഷിന്റെ വീടാണ് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച നറുക്കെടുപ്പ് പൂർത്തീകരിക്കാനായില്ല. നടപടികൾ ക്രമക്കേടെന്ന ആരോപണവുമായി ഭൂസമര സമിതി നേതാക്കൾ ഇടപെട്ടതോടെയാണ് പാതി വഴികൾ നടപടികൾ അധികൃതർ അവസാനിപ്പിച്ചത്. ആദിവാസികൾക്ക് സ്ഥലം തരാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ? ഒരു രാഷ്ട്രീയക്കാരി സമരം ചെയ്യാൻ കണ്ടിക്കണോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കണ്ടിക്കണോ? കണ്ടിട്ടില്ല. ആദിവാസികൾ ഇറങ്ങി സമരം ചെയ്ത് നേടിയതാണ് ഞാൻ ഭൂമി. ഇതെല്ലാവരോടും പറയണേ, അർഹതപ്പെട്ടവർക്ക് ഈ ഭൂമി കിട്ടണം. നിങ്ങളോട് ഞാൻ പറയാണ്, അർഹതപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവന് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടണം. അതിന് നമ്മളെല്ലാവരും സഹകരിക്കണം. ഇവര് പറഞ്ഞു ഒറ്റ തുണ്ട് ഭൂമി ഇവര് വീണ്ടും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭൂമി മാത്രമാണ് ഇവരിപ്പോ പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടിക്കാർക്ക് മാത്രം ഇവിടെ വിതരണം ചെയ്യാൻ ഇവർ ഒരുങ്ങുന്നത്. ഇത്രയും നേരം ഞാൻ കണ്ടത്, ഇത്രയും നേരം ഒരേപോലെ പോയി. അതിന് ശേഷം ഒരേ വാർഡത്തെ 60 കുടുംബങ്ങളെയാണ് ഒരു പ്ലോട്ടിക്ക് ഒരു സ്ഥലത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒരേ വാർഡത്തെ ബാക്കി വരുന്ന കുടുംബങ്ങളെ ഇവരൊക്കെ പാട് ഇതിനകത്ത് വരുന്ന അജണ്ടയാണ് ഇവർ പറയേണ്ടത്. കമ്മിറ്റി ഒരു കുട്ടികളെ പണിയായിരുന്നു വിശ്വസിക്കരുത്. എല്ലാരും ആദിവാസികളോട് ഞാൻ പറയാ, ഇത് വിശ്വസിക്കരുത്. ഇനി ഇവിടെ നമ്മളെ വനം വകുപ്പ് കണ്ടെത്തിയ ഭൂമി, നമുക്ക് പാസ്സായ ഭൂമി ഏക്കർ കണക്കിനുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു സെന്റ് ഭൂമി കണ്ടെത്തിയിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമരം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സർക്കാരെ കയ്യിൽ തന്നെ കിടക്കും. ഒറ്റ കുട്ടികൾക്ക് 3ാം ഘട്ട ഭൂമി കിട്ടൂല. ഞാൻ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഭൂമി ഇപ്പൊ വിതരണം ചെയ്യുന്നത്. അതെല്ലാരും മനസ്സിലാക്കിക്കോളി. 2ാം ഘട്ട ഫോറസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു സെന്റ് ഭൂമി റവന്യൂ അളന്നിക്കണോ ചോദിച്ചു നോക്കി, അളന്നിട്ടില്ല, കിട്ടൂല. നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ചാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് റിഫോംസ് ഡെപ്യൂട്ടി കളക്ടർ VT ഖോളിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നത്. ഉത്തരവിൽ ഇല്ലാത്ത പ്രദേശവും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയെന്നും ആകെ 144 പ്ലോട്ടുകൾ നൽകുന്നതിനായി 417 അപേക്ഷകരെയും വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചെന്നും ആരോപിച്ചാണ് ആദിവാസി ഭൂസമര സമിതി നേതാവ് ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നടപടികൾ തടഞ്ഞത്. തങ്ങൾ സമരം ചെയ്ത ശേഷം മാത്രമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമികൾ വിതരണം ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായതെന്നും മുഴുവൻ പേർക്കും ഭൂമി നൽകുവാൻ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. മാത്രവുമല്ല, ഒരു വാർഡിലെ 60ഓളം പേർക്ക് മാത്രം നറുക്കെടുപ്പിലൂടെ ഭൂമി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് ക്രമക്കേടാണെന്നും ഇവർ ആരോപിച്ചു. ഇതോടെ അധികൃതർ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നറുക്കെടുപ്പ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് മടങ്ങുകയായിരുന്നു. 2ാം ഘട്ട നിക്ഷിപ്ത വനഭൂമി വിതരണത്തിനായി 417 അപേക്ഷകരുടെ ഗുണഭോക്തൃ ലിസ്റ്റാണ് തയ്യാറാക്കിയിരുന്നത്. അകപ്പാടം വില്ലേജിലെ കണ്ണൻകുണ്ട് ബീറ്റിലും കുറുമ്പലങ്കോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ കൊടീരി ബീറ്റിലും 50 സെന്റ് വീതവുമാണ് വിതരണം ചെയ്യുന്നത്.
LR ഡെപ്യൂട്ടി കളക്ടർ VT ഖോൾ, ITDP ഓഫീസർ സിന്ധു, തഹസിൽദാർ MP സിന്ധു, ഭൂരേഖ തഹസിൽദാർ V വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചിരുന്നത്. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ CI BS ബിനു, പൂക്കോട്ടുപാടം CI രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി സൂപ്പർ, എന്നാൽ കൈകൊണ്ട് ചികയരുത്, ചികഞ്ഞാൽ ടാറിംഗ് കയ്യിലിരിക്കും. നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ ഏനാന്തി റോഡാണ് റീടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ കൈകൊണ്ട് ചികഞ്ഞപ്പോൾ അടർന്നു പോന്നത്. മണ്ണിട്ട് അതിനു മുകളിൽ അശാസ്ത്രീയമായ രീതിയിൽ ടാറിംഗ് നടത്തിയതാണ് റോഡിലെ ടാറിംഗ് പൊളിയുവാൻ കാരണം. പാത്തിപ്പാറ ഏനാന്തി റോഡ് റീടാറിംഗ് പ്രവൃത്തി ഇതേ തുടർന്ന് നാട്ടുകാർ തടഞ്ഞു. റീടാറിംഗ് പ്രവൃത്തിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. എസ്റ്റിമേറ്റ് പ്രകാരം റോഡ് റീടാറിംഗ് പ്രവൃത്തി നടത്തണമെന്നും അശാസ്ത്രീയ നിർമ്മാണം അനുവദിക്കില്ലെന്നും നാട്ടുകാർ അറിയിച്ചു. ഇതോടെ കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു. ടാറിംഗ് പ്രവൃത്തി നടത്തിയ റോഡിലെ ടാറിംഗ് ചെയ്ത ഭാഗം നാട്ടുകാർ കൈകൾ കൊണ്ട് അടർത്തിയെടുക്കുന്നതും കാണാം. പാത്തിപ്പാറ ഏനാന്തി ഭാഗത്തെ റോഡ് തകർന്നതിനെ തുടർന്ന് റീടാറിംഗ് നടത്തണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തെ തുടർന്ന് അനുവദിച്ച റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തിയാണ് കോഴി ചേകഞ്ഞാൽ റോഡ് തകരുമെന്ന അവസ്ഥയിൽ നടത്തിയത്. പ്രദേശവാസികളായ ബാവ പെരുമ്പരച്ചി, മുസ്തഫ ഗനി പുലിക്കുന്നേൽ, നൌഷാദ്, അഷ്റഫ്, കിരദാസ്, മുനീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ സുരേഷ് പാത്തിപ്പാറയെ വിവരം അറിയിച്ചെങ്കിലും സ്ഥലത്തെത്തിയില്ലെന്നും യോഗത്തിലാണെന്ന മറുപടിയുമാണ് ലഭിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലിയാർ പുഴയിലെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഭീഷണി ഉയർത്തി വ്യാപകമായ മണൽവാരൽ. പാലത്തിന് കേവലം 25 മീറ്റർ മാത്രം താഴെയാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ മണലൂറ്റൽ നടക്കുന്നത്. രാത്രിയുടെ മറവിൽ സജീവമാകുന്ന മണൽ മാഫിയ ബൈക്കുകളിലാണ് ആവശ്യക്കാർക്ക് മണൽ എത്തിച്ചു നൽകുന്നത്. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ മണൽ ശേഖരിക്കുവാൻ എളുപ്പമായതാണ് മണൽ കടത്ത് വർദ്ധിക്കുവാൻ കാരണം. മുൻപ് 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സമീപ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ നടക്കുന്ന മണൽ വാരൽ പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. റവന്യൂ, പഞ്ചായത്ത്, പോലീസ് അധികൃതരുടെ കൺവെട്ടത്താണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത്. മുൻപ് കടവുകൾ വഴി മണൽ കടത്തുന്നത് തടയുവാൻ അധികൃതർ പുലർത്തിയിരുന്ന ജാഗ്രത ഇപ്പോൾ ഒരിടത്തും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണ് മണൽക്കൊള്ള നടക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. പാലത്തിന്റെ സംരക്ഷണത്തിനായി അധികൃതർ ഉടൻ ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടക്കര പഞ്ചായത്തിലെ പദ്ധതി അംഗീകാര ബോർഡ് യോഗം ഇടതുപക്ഷ മെമ്പർമാർ ബഹിഷ്കരിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, PMAY പദ്ധതി എന്നിവ UDF ഭരണസമിതി അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചത്. ലൈഫ് PMAY ഭവന പദ്ധതികൾക്ക് പഞ്ചായത്ത് വിഹിതം നാമമാത്രമായി മാത്രം മാറ്റിവെച്ചിട്ടുള്ളൂ. കോടികൾ മുടക്കി നിർമ്മിച്ച പുതിയ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് ലിഫ്റ്റ് പണിയുവാൻ 25 ലക്ഷം മാറ്റിവെക്കുകയും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും റൂമുകളും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളും നവീകരിക്കുവാൻ 16 ലക്ഷം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 317 ലൈഫ് ഭവന ഉപഭോക്താക്കൾക്ക് ഇതുവരെ പഞ്ചായത്ത് നൽകേണ്ട വിഹിതം നൽകിയിട്ടില്ല. കൂടാതെ 117 PMAY പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ചവർക്കും പഞ്ചായത്ത് വിഹിതം നൽകുവാനുണ്ട്. ആകെ 10 പേർക്ക് മാത്രമാണ് PMAY പദ്ധതിയിൽ എടക്കര പഞ്ചായത്ത് വിഹിതം നൽകിയിട്ടുള്ളൂ. പുതിയ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിക്കുക. എന്നാൽ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗം നടക്കുന്ന മെമ്പർമാരുടെ യോഗം നടക്കുന്ന ഹാള്, അവിടെ ഡയസ്, മൈക്ക്, AC മുതലായ സംവിധാനങ്ങൾ ഒരുക്കി കോർപ്പറേഷനുകളിലും നമ്മുടെ നിയമസഭയിലുമൊക്കെ കാണുന്ന രീതിയിലുള്ള നവീകരണം 20 ലക്ഷം രൂപയാണ് അന്ന് അവർ മാറ്റിവെച്ചിരുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം കാരണം അത് 10 ലക്ഷമാക്കി ചുരുക്കി. ഇപ്പോൾ എടക്കര ഗ്രാമപഞ്ചായത്തിൽ 357 ലൈഫ് ഗുണഭോക്താക്കളും 117 PMAY ഉപഭോക്താക്കളും നിലനിൽക്കുമ്പോൾ ഇതിൽ 71 പേർക്ക് PMAYയിൽ 48,000 സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസ കയറിയിട്ടുണ്ട്. ആദ്യ ഗഡു കയറിയതാണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു വർഷം കൊണ്ട് കൊടുത്തത് ആകെ 10 പേർക്കാണ്. 71 പേർക്ക് കയറുമ്പോൾ 10 പേർക്ക്.
ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് കേവലം 17 പേർക്ക് കൂടിയാണ് ഫണ്ട്. 44 പേര് ഇപ്പോഴും ഈ പദ്ധതിയിൽ പുറത്താണ് നിൽക്കുന്നത്. ഒരു വർഷമായി ഇവർക്ക് ഒരു രൂപ പോലും കയറിയിട്ടില്ല. ഇനി ഈ വരുന്ന വാർഷിക പദ്ധതിയിൽ ഒരു വർഷവും ഇവർക്ക് ഒരു രൂപയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പച്ചമലയാളം. എടക്കര പഞ്ചായത്ത് മെമ്പർമാർക്ക് പശ്ചാത്തല വികസനത്തിനായി 3 ലക്ഷം രൂപ വീതം 19 പേർക്കും വികസന സെമിനാർ കരട് രേഖ തയ്യാറാക്കിയപ്പോൾ നൽകിയിരുന്നു. എന്നാൽ ഇടതുപക്ഷ മെമ്പർമാരുടെ തുക 2.5 ലക്ഷമായി കുറച്ചു. UDF അംഗങ്ങളിലെ ചില മെമ്പർമാർക്ക് 4 ലക്ഷം വീതവും 18ാം വാർഡ് മെമ്പർക്ക് 6 ലക്ഷവും നൽകി വികസന സെമിനാറിനെയും ഗ്രാമസഭാ നിർദ്ദേശങ്ങളെയും അട്ടിമറിച്ചു. പദ്ധതി അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു മറുപടിയും പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ നൽകാനില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ മെമ്പർമാർ ബോർഡ് യോഗം ബഹിഷ്കരിച്ചത്. നിർധന കുടുംബത്തിന്റെ തകർന്ന വീട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു നൽകി. മൊടപ്പൊയ്ക വാർഡിൽ കവളപ്പൊയ്കയിൽ താമസിക്കുന്ന കാവുപറമ്പിൽ രാജേഷിന്റെ വീടാണ് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർഡ് മെമ്പർ ബിനു പോൾ നേതൃത്വം നൽകി. സന്തോഷ് കുമാർ, ബോസ് ഫിലിപ്പ്, ഹനീഫ കുന്നപ്പള്ളി, ജോഷി കുര്യൻ, ജേക്കബ് പെരുമശ്ശേരി, സുനീർ, ഏലിയമ്മ ബിജി, ഗീത എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണാർത്ഥം നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ കലാസായാഹ്നം സംഘടിപ്പിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി അഭിഭാഷകനും സംവിധായകനുമായ അഡ്വക്കേറ്റ് എസ് ബിജിലാൽ ഉദ്ഘാടനം ചെയ്തു. നന്മ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരീക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സജിത്ത് വി പൂക്കോട്ടുംപാടം, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ രാമൻ, അഭിലാഷ് പാലേമാട്, സി കുഞ്ഞു വണ്ടൂർ, നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സജീവ് മുതുകാട്, ഗായകൻ നിലമ്പൂർ സുരേഷ്, അസീസ് നിലമ്പൂർ, KRC നിലമ്പൂർ, TK സതീശൻ, അനീഷ് കവളമുക്കട്ട, ബിൻസി വിജയം, സന്തോഷ് ഹംസധ്വനി, രാജേഷ് പുതിയക്കോട് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. കലാകാര ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കുക, പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ 1600 രൂപ എന്നത് വർദ്ധിപ്പിക്കുക, ഈ പെൻഷനും ക്ഷേമനിധി പെൻഷനും തുല്യമാക്കുക, യഥാസമയം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നത് ഒഴിവാക്കുക, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകുവാൻ ഒരു അവസരം കൂടി നൽകുക, രാത്രി 10 മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിന് ഇളവ് നൽകുക, സ്കൂളുകളിൽ കലാധ്യാപകരെ നിയമിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 26-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടക്കുന്നത്. ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഉപജില്ലാതല ഉദ്ഘാടനം കരിമ്പുഴ GLP സ്കൂളിൽ നടന്നു. നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിലമ്പൂർ AEO ഓഫീസ് സീനിയർ സൂപ്രണ്ട് ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. MTA പ്രസിഡന്റ് ഡോക്ടർ ഗ്രീഷ്മ, SMC കമ്മിറ്റി അംഗം ജലീൽ, വിദ്യാരംഗം സബ് ജില്ലാ എക്സിക്യൂട്ടീവ് സാബിറ, സുമയ്യത്ത്, കാവ്യ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ഫൂലൻ ദേവി സ്വാഗതവും SRG കൺവീനർ ഷഹല ഷിനി നന്ദിയും പറഞ്ഞു. ഒരു കുട്ടിക്ക് ഒരു മാഗസിൻ എന്ന പ്രവർത്തനത്തിന്റെ ഉപജില്ലാതല ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. വിദ്യാരംഗം LP തല സർഗോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ 500 ആദിവാസി കുടുംബങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ട് നബാർഡ് ആവിഷ്കരിച്ച 5 കോടി രൂപയുടെ സുസ്ഥിര വികസന പദ്ധതിക്ക് തുടക്കമായി. അപ്പൻകാപ്പ് നഗറിൽ നടന്ന ചടങ്ങിൽ നബാർഡ് കേരള CGM നാഗേഷ് കുമാർ അഞ്ചുമല പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും നിലവിലുള്ള വരുമാനത്തിന് പുറമെ 1 മുതൽ 2 ലക്ഷം രൂപ വരെ അധിക വരുമാനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തും. ജാതി, കുരുമുളക്, തെങ്ങ്, അടയ്ക്ക തുടങ്ങിയ ദീർഘകാല വിളകൾക്കൊപ്പം ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ ഇടവിളകളും ഔഷധ സസ്യങ്ങളും കൃഷി ചെയ്യും. തെരഞ്ഞെടുത്ത കൃഷിയിടങ്ങളിൽ നബാർഡിന്റെ സഹായത്തോടെ ജലസേചന സൗകര്യവും ഒരുക്കും. ആട്, കോഴി വളർത്തൽ, പോത്തുകുട്ടി പരിപാലനം എന്നിവയ്ക്ക് പുറമെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം, ചെറുകിട സംരംഭങ്ങൾ, ട്രൈബൽ ടൂറിസം, ആദിവാസി കലകളുടെ സംരക്ഷണം എന്നിവയ്ക്കും പദ്ധതിയിൽ ഊന്നൽ നൽകുന്നുണ്ട്. ചടങ്ങിൽ PV അബ്ദുൽ വഹാബ് MP അധ്യക്ഷത വഹിച്ചു. ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം ആര്യടൻ ഷൌക്കത്ത് നിർവഹിച്ചു. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വൈസ് പ്രസിഡന്റ് ഷാജിനീസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു മുനീർ ഉപ്പൂടൻ, നബാർഡ് DDM മുഹമ്മദ് റിയാസ്, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. JSS ഡയറക്ടർ V ഉമ്മർ കോയ സ്വാഗതവും PTDC
പ്രസിഡന്റ് ലിയാഖത്ത് നന്ദിയും പറഞ്ഞു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ നവ സംരംഭകത്വത്തിൽ താല്പര്യമുള്ളവരെ സംഘടിപ്പിക്കുന്ന സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷറഫുനീസ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് സബ്സിഡികൾ, സംരംഭ സംബന്ധമായ ലൈസൻസുകൾ, ബാങ്ക് ലോൺ, MSME ഇൻഷുറൻസ് സ്കീം എന്നിവയെക്കുറിച്ച് വ്യവസായ വികസന വകുപ്പ് ഓഫീസർ ബ്രിജേഷ് ഏറക്കൽ, വ്യവസായ വാണിജ്യ വകുപ്പ് പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ സംഗീത കെ, അരുൺകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ആക്കപ്പറമ്പൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്തുമൽ, മറ്റ് മെമ്പർമാർ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ബ്രിജേഷ് ഏറക്കൽ സ്വാഗതവും ധനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. നബാർഡ് ധനസഹായത്തോടുകൂടി ജൻശിക്ഷൻ സംസ്ഥാൻ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച തേനീച്ച കൃഷിയിൽ നിന്നുള്ള വിളവെടുപ്പിന് തുടക്കമായി. 500ഓളം പെട്ടികളിലായിട്ടാണ് തേനീച്ച കൃഷി നിലമ്പൂർ ആസ്ഥാനമായി നടത്തുന്നത്. നബാർഡ് ധനസഹായത്തോടുകൂടി ജൻശിക്ഷൻ സംസ്ഥാൻ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച തേനീച്ച കൃഷിയിൽ നിന്നുള്ള വിളവെടുപ്പിന് തുടക്കമായി. 500ഓളം പെട്ടികളിലായിട്ടാണ് തേനീച്ച കൃഷി നിലമ്പൂർ ആസ്ഥാനമായി നടത്തുന്നത്. 100-ലധികം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി വഴി ഗുണം ലഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ കീഴിൽ ആരംഭിച്ച ഗോത്രാമൃത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. എരഞ്ഞിമങ്ങാട് വെച്ച് നടന്ന വിളവെടുപ്പ് നബാർഡിന്റെ കേരള ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമാല ഉദ്ഘാടനം ചെയ്തു. നബാർഡ് DDA മുഹമ്മദ് റിയാസ് A, JSS ഡയറക്ടർ വി ഉമ്മർ കോയ, പ്രോഗ്രാം ഓഫീസർ ദീപ C, പ്രൊജക്ട് കോർഡിനേറ്റർ നാഫി P, സുനിൽ P, അനീഷ്, ബിന്ദു വൈലാശ്ശേരി, പ്ലാക്കൽ ചോല അനീഷ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഇളമ്പുഴ വാർഡിൽ കളങ്കുന്ത മേഖലയിൽ വർഷങ്ങളായി കർഷകർക്കായി ഉപയോഗിച്ചു വരുന്ന മമ്പാട് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം മഞ്ചേരി മൈനർ ഇറിഗേഷൻ AE അബ്ദുൽ ഹമീദ് A സന്ദർശിച്ചു. കനാൽ പല സ്ഥലങ്ങളിലും തകർന്നും കാട് പിടിച്ചുമാണ് കിടക്കുന്നത്. കാട് മൂടി കിടക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് വൃത്തിയാക്കുന്നതിന് MGNREGS AE ഗണേഷിനെ ചുമതലപ്പെടുത്തി. അറ്റകുറ്റപ്പണിക്കും കനാൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനും വേണ്ട ഫണ്ട് വകയിരുത്തുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ സമർപ്പിക്കുമെന്നും നിലവിൽ പല ഭാഗങ്ങളിലും കനാൽ തകർന്നത് ഇപ്പോൾ വർക്ക് നടന്നു വരുന്നതായി AE അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മൈനർ ഇറിഗേഷൻ AE അബ്ദുൽ ഹമീദ് A, ഓവർസിയർ ശാലിനി TM, കർഷകരായ PN മുഹമ്മദ്, പോരൂർ ഇബ്രാഹിം, M സിദ്ദിഖ് എന്നിവരും പങ്കെടുത്തു. വേസ്റ്റ് കുഴിയിൽ വീണ നായയെ രക്ഷിച്ചു. വടപ്പുറം മിനാർ ഹോട്ടലിന് സമീപമാണ് നായ വേസ്റ്റ് കുഴിയിൽ വീണത്. നായയുടെ അടങ്ങാത്ത കരച്ചിൽ കേട്ട് പരിസരവാസിയായ അഡ്വക്കേറ്റ് നസീർ വേസ്റ്റ് കുഴിയിൽ നോക്കിയപ്പോൾ നായയെ വേസ്റ്റ് കുഴിയിൽ അകപ്പെട്ട നിലയിൽ കണ്ടു. ഉടൻ ERFനെ വിവരം അറിയിച്ചു. തുടർന്ന് ERF അംഗം സ്ഥലത്തെത്തി നായയെ രക്ഷപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.